ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ എല്ലാവരെയും ഒരു അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ സിദ്ധിൻ്റെ കാലിഫോർണിയ ലോങ് റൺസ് എല്ലാം വിട്ടിട്ട് നമ്മൾ P&R ജോയിൻ ചെയ്ത് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ടായിരുന്നല്ലോ. ഒന്ന്, കുറച്ചുകൂടെ കൂടുതൽ ഹോം ടൈം നമുക്ക് കിട്ടുക, പിന്നെ മറ്റൊന്ന് മണി വൈസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് P&R ഓക്കെ ആയിരുന്നു. റെഗുലറായിട്ട് നമുക്ക് വീക്കെൻഡ്സ് 2 ദിവസം വെച്ച് അവധി കിട്ടുന്നുണ്ടായിരുന്നു. ബെറ്റർ ആയിട്ടുള്ള ഒരു മണി ഓപ്ഷൻസ് അതും സെറ്റായിരുന്നേ. പക്ഷെ എന്നാലും ഒരു കാര്യം എന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ പരിപാടി ഇച്ചിരി സഫർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നോക്കുന്ന പോലെ തന്നെ, കാരണം ഷോർട്ട് റൺസ് ഓടുമ്പോഴത്തേക്കും നമുക്ക് റെഗുലറായിട്ട് ഈ ബോർഡർ ക്രോസ് ചെയ്യണം. എല്ലാ ദിവസവും തന്നെ നമുക്ക് ഡെലിവറി ഉണ്ടാവും, പിക്കപ്പും ഉണ്ടാവും, അങ്ങനെ മറ്റു പല കാര്യങ്ങളും. അതോടൊപ്പം തന്നെ നമ്മുടെ ലോഗിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ലോഗ് തീരാം. ഒരു ചെറിയ ട്രാഫിക് ജാം മതി നമ്മുടെ ലോഗ് അവിടെ തീർന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രാഫിക് ജാം മാത്രമല്ല, നമ്മുടെ ഡെലിവറിക്ക് പോകുന്നിടത്തും അല്ലെ പിക്കപ്പിന് പോകുന്നിടത്തും എന്തെങ്കിലും ഡിലേ കിട്ടി അതിനനുസരിച്ച് ലോഗ് തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മൈൻഡ് എൻഗേജ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ജോബ് അങ്ങ് ആസ്വദിക്കാനോ അല്ലെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ പരിപാടി അല്ല ഇൻസ്റ്റഗ്രാമിൻ്റെ പരിപാടി റീൽസ് എടുക്കാനോ അല്ലെ വീഡിയോസ് എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം മറ്റു പലരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സില്ലി പ്രശ്നമായിട്ട് തോന്നും. കാരണം നമ്മുടെ ചാനൽ അത്ര വലിയ ചാനലൊന്നും അല്ല, ആവശ്യത്തിന് പൈസയും കിട്ടുന്നുണ്ട്, ഇത് മാറിയിട്ട് അവൻ്റെ യൂട്യൂബ് എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം പറയട്ടെ, നമ്മുടെ ഈ ചാനൽ ഹൈവേ ലോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലും ഇൻസ്റ്റഗ്രാം ചാനലും യൂട്യൂബ് ചാനലും ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഭയങ്കര വലിയ, ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കി, ഞങ്ങളുടെ 2.5 വർഷത്തോളം കഴിയുന്നു, അല്ല 3 വർഷം ആവുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. നമ്മളൊരു കുഞ്ഞിനെ പോലെ ഓരോ ദിവസം നോക്കി വ്യൂവേഴ്സിൻ്റെ എണ്ണവും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കമൻസും എല്ലാം നോക്കി നമ്മളിങ്ങനെ ചെറിയ രീതി വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് നമ്മുടെ മനസ്സിൽ. അപ്പം നമുക്ക് കുറേ നാളായി ഫ്ലാറ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ജീവിതത്തിന് ഒത്തിരി സന്തോഷം തന്നത് നമ്മുടെ യൂട്യൂബ് പരിപാടി തുടങ്ങിയ പിന്നെയും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് സഫർ ചെയ്യുക എന്ന് പറയുന്നത് പേഴ്സണലി മറ്റു പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് അതൊരു പ്രശ്നം തന്നെ ആയിരുന്നു കേട്ടോ. പേഴ്സണൽ സന്തോഷം എന്നുള്ളത് മാത്രമല്ല, ശരിക്കും നമ്മൾ യൂട്യൂബ് പരിപാടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പ് സംഭവിച്ച പല കാര്യങ്ങളിലും നമ്മൾ താമസിച്ചാണല്ലോ തുടങ്ങിയത്. അന്നേരം നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒരു മെമ്മറി ആയിട്ട് ഇപ്പം ഈ ഒരു ആൽബം പോലെ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു ആൽബം പോലെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അർജുൻ ഭായി നമ്മുടെ അടുത്ത് നിന്ന് പോയപ്പോൾ തന്നെയാണെങ്കിലും ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇന്നല്ലേ നാളെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് ആ ഒരു പ്രായത്തിൽ എന്നുള്ള നമ്മുടെ പിള്ളേരെയോ കൊച്ചുമക്കളെയോ ഒക്കെ തിരിഞ്ഞ്, അല്ലെ നമുക്ക് തന്നെയാണെങ്കിലും ബോറടിച്ചിരിക്കുന്ന ഒരു സമയത്ത് യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ കടന്നുപോയ സാഹചര്യങ്ങൾ കാണാനുള്ള ഒരു ആൽബം പോലെയാണല്ലോ ഇത്. അപ്പം അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ ചാനലെന്ന് പറയുമായിരുന്നു. അപ്പം അത് സഫർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആകെ ഒരു കൺഫ്യൂഷനായി. അപ്പം സഫർ ചെയ്യുക എന്നുള്ളത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അപ്പം നിങ്ങളോട് പേഴ്സണലായിട്ട് പറയാമല്ലോ, യാത്ര ചെയ്യുക എന്ന് പറയുന്നതാണ് എന്നെയും എൻ്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഒരു ലോങ് ട്രിപ്പിൽ എവിടെയെങ്കിലും ഒക്കെ എങ്ങനെയും ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമേലുള്ള വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയയ്ക്ക് ബൈക്കും കൊണ്ട് പോയി അവിടുന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അത് ഏകദേശം 4500 കിലോമീറ്ററാണ്. അന്ന് ഒരു ദിവസം തന്നെ നമ്മൾ ഏതാണ്ട് 1600+ കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുണ്ട് ഒരു ദിവസം വണ്ടി. അതൊക്കെ നമ്മുടെ വീഡിയോ കിടപ്പുണ്ടാകുന്നു, ഒത്തിരി വ്യൂസ് ഉള്ള വീഡിയോസ് അല്ല. അതുപോലെ കുറേ ട്രിപ്സ്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വന്ന വേറൊന്നുമില്ല, യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പം ശരിക്കും ഈ യൂട്യൂബ് പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെട്ട് ഇതിൻ്റെ സാധ്യതകൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആഗ്രഹങ്ങളുടെയും വലിപ്പം വലുതായി. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ ചാനലൊന്ന് വലുതായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സ്പോൺസേഴ്സ് വരും, സപ്പോർട്ടേഴ്സ് വരും, അല്ലെ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ലോകം കാണാമല്ലോ, അല്ലെ നമ്മുടെ കാര്യങ്ങൾ യാത്രകൾ വലുതാക്കാമല്ലോ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കയറി വരുന്നത്. അതെല്ലാം നമ്മുടെ മനസ്സിലിപ്പോൾ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം സാധിക്കണമെങ്കിൽ യൂട്യൂബ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും വെറും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം, വിദേശത്തുള്ള ആരെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന മണി എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ അല്ല എന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടാണ്. നമ്മൾ വാല്യൂ ചെയ്യുന്നത് നമ്മളെ കാണാനുള്ള നമ്മുടെ ഓഡിയൻസിൻ്റെ എണ്ണമാണ്.
അതായത് അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മുടെ വ്യൂസ് എത്രയുണ്ട്, എത്ര പേര് നമ്മൾ റെഗുലറായിട്ട് കാണാനുണ്ട്. അപ്പം അത് നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ അർത്ഥം ഇവൻ്റെ കണ്ടന്റ് കൊള്ളാം, ഇവന് ഇത്ര പേര് ഇവനെ റെഗുലറായിട്ട് കാണാനുണ്ട്, അല്ല ഇവൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് കാണാൻ ആൾക്കാരുണ്ടെന്ന് പുറത്തുള്ള ഒരാളെ കാണിക്കാം. മനസ്സിലായോ? അല്ലെ നമ്മുടെ സപ്പോർട്ടായിട്ട് ഇത്രയും പേര് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് കൂടെ സ്പോൺസർഷിപ്പ് വഴി നമുക്ക് എന്തെങ്കിലും ഒരു മോണിറ്റൈസേഷൻ സപ്പോർട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ യാത്രകൾ വലുതാക്കാന്ന് പറഞ്ഞല്ല. യൂട്യൂബിന്റെ പൈസ നമുക്ക് വലിയ കാര്യമായിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ ബേസിക്കലി പറഞ്ഞു തന്നാൽ യൂട്യൂബ് വഴി നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പല 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 വലിയ വലിയ ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എല്ലാം ഒന്നും വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ അമേരിക്കൻ ട്രക്ക് പീറ്റർ ബിൽറ്റോ കെൻവർത്തോ നാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് നല്ല മണി ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, നല്ല രീതിയിലുള്ള മണി ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട, അത്യാവശ്യം നമുക്കൊരു എന്നാ പറയുന്നത് റെഗുലറായിട്ട് ഒരു 50K വ്യൂസും ഒരു 150K പ്ലസ് സബ്സ്ക്രൈബേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർക്കറ്റിംഗ് നമുക്ക് ഓൾറെഡി സെറ്റാണ്, അതിനുള്ള സ്പോൺസേഴ്സ് സെറ്റാണ്. അപ്പം നമുക്കത് സാധിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പം അതെല്ലാം സഫർ ചെയ്യും ഞാൻ ഈ P&Rൽ ഇപ്പം എൻ്റെ ഇന്നത്തെ ആ ഒരു ട്രിപ്സും അല്ലെങ്കിൽ ആ ഒരു മണി വൈസും എൻ്റെ ഇപ്പോഴത്തെ പേഴ്സണൽ സന്തോഷം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാന്ന് പറയില്ലേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചത് ദി അതർ സൈഡാട്ടോ. ഇപ്പോഴത്തെ ഈ പൈസ അല്ല എനിക്ക് വേണ്ടത്, എൻ്റെ സ്വപ്നങ്ങൾ തന്നെയാണ് ഏറ്റവും വലുതെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ പലരും നമ്മുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മുന്നോട്ടുള്ള ജീവിതങ്ങളിൽ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷനായിരിക്കുന്ന പല കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ജീവിതം നടക്കില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ വെച്ചിട്ട്. അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിലും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെല്ലാം നമ്മുടെ ചെറുപ്പത്തിലെ ഇഷ്ടങ്ങളെല്ലാം പലതും മാറി വന്ന് ഇപ്പം ഞാൻ ഈ യൂട്യൂബ് എന്നൊരു പരിപാടി അല്ലെങ്കിൽ ഈ വീഡിയോ ക്രിയേഷനും അതുവഴി ആൾക്കാരെ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണല്ലോ യൂട്യൂബ് തരുന്നത്. അപ്പോൾ അതുവഴി നമ്മളെ റെഗുലറായിട്ട് ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർ, നിങ്ങളൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ. നമുക്ക് റെഗുലറായിട്ട് മെസ്സേജ് അയക്കുന്നതും അല്ലെ കോണ്ടാക്ട് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് പലർക്കും അറിയാം. എല്ലാവരെയും പേര് വൈസ് തന്നെ, പേര് വൈസ് ഇൻ ദ സെൻസ് നമ്മുടെ ആ ഒരു പ്രൊഫൈൽ നെയിമിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമും ഈ ഒരു പ്ലാറ്റ്ഫോം തരുന്ന ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആഗ്രഹങ്ങൾ നീനായോട് പറയുകയും അപ്പം നീനൂസ് തന്നെ എന്നോട് പറഞ്ഞു, പാപ്പ ഇത് വർത്താണോ, അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഇത്രയും പൈസ കിട്ടുന്ന ഒരു ജോലി അല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി, അതാണ് ഏറ്റവും വലുത്. ഇന്നത്തെ കാലത്ത് കാനഡയിൽ അല്ല അമേരിക്കയിൽ നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് മാറി മറ്റൊരു കമ്പനിയിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ ആ കമ്പനിയുടെ റിലയബിലിറ്റി, പ്രോപ്പർ ആയിട്ടുള്ള എക്വിപ്മെന്റ്സ് ആണോ, സേഫ് ആയിട്ടുള്ള എക്വിപ്മെന്റ്സ് ആയിരിക്കുമോ, ഇതുപോലത്തെ റെഗുലർ ആയിട്ട് ഓട്ടം കിട്ടുന്ന കമ്പനി ആയിരിക്കുമോ, അല്ലെങ്കിൽ ഓട്ടം കഴിഞ്ഞതിനെല്ലാം കറക്റ്റായിട്ട് പേയ്മെന്റ് ആൾക്ക് കൊടുക്കുന്ന കമ്പനി ആയിരിക്കുമോ, അങ്ങനെയുള്ളതെല്ലാം വലിയ കൺഫ്യൂഷൻ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ നോർത്ത് അമേരിക്കയിൽ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷവും അല്ലെങ്കിൽ ഈ താരിഫിന്റെ അടിസ്ഥാനത്തിലും എല്ലാം. ഇന്നലെ നാളെ ബെറ്റർ ആവും നോക്കിയിട്ട് ഇപ്പോൾ ഈ ട്രംപ് വന്നതോടുകൂടി കംപ്ലീറ്റ്ലി വേഴ്സ് ആയി പോയിക്കൊണ്ടിരിക്കുക. അതല്ല ഒരു സൈഡിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി P&Rൽ നമുക്ക് കിട്ടിയിട്ട് ഏകദേശം 10 മാസത്തോളം അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ജോലി കിട്ടിയത്. കാരണം ആ കമ്പനി അത്രയ്ക്ക് അടിപൊളി, അത്രയ്ക്ക് ഡ്രൈവേഴ്സിൻ്റെ ഡിമാൻഡുള്ള ഒരു കമ്പനിയും കൂടെയാണ്. അപ്പം ഇപ്പം ഈ നമുക്ക് യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ തീരെ ചെറിയൊരു ചാനലുമാണ്. ഇപ്പം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇത് സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വർത്തായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യുന്നത് വർത്തായിരിക്കുമോ എന്നൊന്ന് ചിന്തിച്ച് നോക്കും. ഇന്നലെ നാളെ തിരിച്ച് P&Rൽ പോയേക്കാം, യൂട്യൂബ് സക്സസ് ആവുന്നില്ല, ഞാൻ നിർത്തി തിരിച്ചു പോയേക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവർ നമ്മളെ എടുക്കണമെന്നില്ല. കാരണം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 2-3 മാസം ആവുന്നല്ലേ ഉള്ളൂ. അപ്പം അതും കൂടെയൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നീനൂസും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എടി നമുക്ക് 1 വർഷം കൂടെ നമ്മുടെ 100% ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മുടെ ചാനൽ ബെറ്റർ ആവുമോ എന്നൊക്കെ ഒന്ന്. ഒന്നുമില്ലേലും അത് നമുക്ക് ഇത്രയും ഇത് തരുന്ന ഒരു കാര്യമാണ്. നമ്മളത് ട്രൈ ചെയ്തില്ല എന്ന് വേണ്ടല്ലോ. അപ്പം ട്രൈ ചെയ്തിട്ട് നമുക്കത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 വർഷത്തെ സമയത്ത് നമുക്കത് അടുത്ത പരിപാടി നോക്കാമെന്നുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയേ.
അപ്പോൾ ആ തീരുമാനം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സിദ്ദിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സിദ്ദുകാർ 100% ഓപ്പണാണ്. അത് പോരാൻ നേരത്തെ തന്നെ അവർ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ അവരോട് അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് പോകുന്നത്. കാരണം 6 കൊല്ലത്തോളമായി സിദ്ദി ജോലി ചെയ്യുന്നു, മറ്റൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ചില പോളിസീസ് കാരണം അവർക്ക് പൈസയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ എക്കണോമി അറിയാമല്ലോ. അപ്പോൾ പക്ഷേ മാത്യു, നീ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക, എന്തായാലും നിനക്ക് തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സിദ്ദിൻ്റെ വാതിൽ എപ്പോഴും തുറന്ന് തന്നെ കിടക്കും, എപ്പോഴാണെങ്കിലും യു ആർ വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിദ്ദിനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും മാത്യൂസ്, നോ വറീസ്, എപ്പോഴാണെങ്കിലും പോരെ, നിന്റെ വണ്ടി എപ്പോഴാന്ന് വെച്ചാൽ റെഡിയാ, നിന്റെ വണ്ടി തന്നെ വേണോ അതോ വേറെ പുതിയ വണ്ടി വേണോ, ഏതാ വേണ്ടേ, നിനക്ക് ഒറ്റയ്ക്ക് പോകണോ അതോ ടീമായിട്ട് പോകണോ, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും തന്നു കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരത് ചുമ്മാ വെറും വാക്കല്ല പറഞ്ഞാൽ, അത് വാല്യൂ ചെയ്തല്ലോ എന്നുള്ളൊരു കാര്യമേ. അപ്പം ഞാൻ പറഞ്ഞു പുതിയ വണ്ടിയൊന്നും വേണ്ട, എനിക്ക് നമ്മുടെ ST86 തന്നെ മതി, അതാണല്ലോ നമ്മുടെ ചാനലിൽ നമ്മൾ ബെറ്റർ ആകുമ്പോൾ ഉള്ളത്. അല്ല, നമ്മുടെ ചാനലുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ST86 എന്ന് പറയുന്ന പീറ്റർബിൽറ്റ് ആണല്ലോ. അപ്പം ആ ST86 തന്നെ കിട്ടുകയും നമ്മുടെ ജോമറ്റ് ഭായി ഒരു പഞ്ചാബി പയ്യനുമായിട്ട് ഒരുമിച്ച് അവർ ടീമായിട്ട് സെറ്റ് ആയിരുന്നു. പക്ഷേ ജോമറ്റ് ഭായിയും ഈ പറഞ്ഞ പോലെ മാത്യു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഓടിക്കാൻ പറ്റി സെറ്റാവാം എന്നൊക്കെ പറഞ്ഞ് ആ പഞ്ചാബി പയ്യന് വേറൊരു പഞ്ചാബി പയ്യനെ സെറ്റായി. ഞാനും ജോമറ്റ് ഭായി ഇപ്പോൾ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളായി. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിച്ചോന്ന് അറിയത്തില്ല. ബോറടിപ്പിച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഈ ഇമോഷൻസ് എല്ലാം എന്തുകൊണ്ടാണ് എന്ന് പ്രോപ്പറായിട്ട് നിങ്ങളോട് എനിക്ക് അറിയിക്കണമെന്ന് തോന്നി. കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന റിസ്ക് ഒരിക്കലും സക്സസ് ആവുകയല്ല. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ, നമ്മുടെ ഈ ചാനൽ വിജയിപ്പിച്ചേ പറ്റൂ. കാരണം ഭയങ്കര വൈൽഡായിട്ടുള്ള ഒത്തിരി പ്ലാൻസ് നിങ്ങൾ തന്ന സപ്പോർട്ടുകളിൽ കൂടെ തന്നെ എൻ്റെ മനസ്സിൽ ബിൽഡായി കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇനിയും നമ്മളെ കാണാനിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ വരവ് നമ്മുടെ ചാനലിന് കൂടിയേ തീരൂ. അതുകൊണ്ട് അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നമ്മുടെ ഈ പല പല കാഴ്ചകൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങളെ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്തുകൊണ്ടോ യൂട്യൂബ് നമുക്ക് വലിയ സപ്പോർട്ടല്ല ഈ ഒരു കാര്യത്തിൽ. കാരണം എനിക്കറിയാം, ഒരിടയ്ക്ക് ഞാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ റെഗുലറായിട്ട് നമ്മുടെ എല്ലാ വീഡിയോസിനും എന്തെങ്കിലും ഒരു സ്മൈൽ ചെയ്യലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്ന്. പക്ഷേ ഈയിടെ എനിക്ക് ജയരാജേട്ടൻ മെസ്സേജ് അയച്ചു, മാറ്റി ബ്രോ, ഞാൻ ജയരാജേട്ടൻ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്ത് ഒരു 3-4 കമൻറ്റെങ്കിലും ഇടുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിക്ക് പോലും നമ്മുടെ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ റെക്കമെൻഡേഷൻ കിട്ടുന്നില്ല. പുള്ളി ഈ പറയുന്ന പോലെ സെർച്ച് ചെയ്ത് നമ്മുടെ പേര് സെർച്ച് ചെയ്ത് ചാനൽ എടുത്തിട്ടാണ് നമ്മുടെ ഓരോ വീഡിയോയും കാണുന്നതെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, നിങ്ങൾ യൂട്യൂബിനെ കുറിച്ചോ അല്ല അതിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ചോ കൂടുതലായിട്ട് അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മളെ ഒന്ന് പറഞ്ഞു തരണേ. കാരണം എനിക്ക് വീഡിയോ എടുക്കാനും ഉണ്ടാക്കാനും അത് ഇടാനുമേ അറിയാവുള്ളൂ. അത് ഞാൻ എന്തായാലും ചെയ്യും. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻസ് അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ല, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ചിലരെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം ട്രക്ക് വീഡിയോ മാറ്റി കൂടുതൽ ഫാമിലി വീഡിയോസ് ഇടാൻ തുടങ്ങിയോ എന്നുള്ളതൊക്കെ. അതിന് കാരണം വേറൊന്നുമല്ല, അപ്പം നമ്മുടെ ചാനൽ വലുതായല്ലേ പറ്റുള്ളൂ. കാരണം എന്നാലേ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിനേക്കാൾ ഉപരി നമ്മൾ 4 പേരെ കാണിച്ചിട്ട് നമുക്ക് സ്പോൺസർ ചെയ്യാൻ റെഡിയായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചാനലൊന്ന് കാണിച്ച് ഒരു വലിയ ചാനലാണ് അല്ലെ, നമ്മൾക്ക് ബാക്കപ്പായിട്ട് അല്ലെ നമ്മളെ അവരുടെ ബ്രാൻഡിങ്ങിന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചാനലുണ്ടെന്ന് അറിയിക്കണമെങ്കിൽ ചാനൽ വലുതായല്ലേ പറ്റുള്ളൂ. അതിന് കുറച്ചുകൂടെ ബിഗ്ഗർ ഓഡിയൻസ് ആവശ്യമാണ്. അപ്പം കൂടുതലായിട്ട് ഫാമിലി ആയിട്ട് കാണുന്ന ആൾക്കാരുടെ സജഷൻ ആയിരുന്നു, ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയോടുള്ള ഒരു ഇൻട്രസ്റ്റും കൊണ്ടാണ്. പക്ഷേ മറ്റുള്ള ആൾക്കാർ ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലായപ്പോൾ ഞങ്ങൾ മിക്കവരും പ്രൈവറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. കാരണം കുടുംബത്തിലെ മറ്റുള്ള ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ നമ്മുടെ ചാനലിലുള്ളത്. അപ്പം അതുകൊണ്ട് ഒന്ന് മിക്സപ്പ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ളൊരു ഐഡിയ വന്നതിൻ്റെ പുറത്താണ് കുറച്ചുകൂടെ ഫാമിലി വീഡിയോസ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫാമിലി വ്ളോഗിലേക്ക് സ്ഥിരമായിട്ട് നമ്മൾ പോകുമൊന്നുമില്ല. നമ്മുടെ മെയിൻ കണ്ടന്റ് യാത്രകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. കാരണം റെഗുലറായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേരെ കാണുകയും പല പല പുതിയ പുതിയ സംഭവങ്ങൾ നടക്കില്ല. അത് കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ച് സാധനങ്ങൾ നമ്മുടെ വീഡിയോയിൽ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാൻ പോകുന്നുണ്ട് ഇനി മുന്നോട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏരിയയിലുള്ള ഒരു വീഡിയോ ആണ്, ഒരു ഫാമിലി ഫീൽഡിലുള്ള അല്ലെ ഫാമിലി വ്ളോഗ് ടൈപ്പ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടേക്കണം. ഒന്ന് ഒരു ലൈക്കോ കമൻറ്റോ ചെയ്തൊന്ന് വിട്ടേക്കണം. എന്നാലേ നമ്മുടെ ചാനൽ ബിഗ്ഗർ ആവുള്ളൂ.
ആവശ്യത്തിന് സംസാരിച്ചു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ബോറടിക്കേണ്ടവർക്കൊക്കെ ബോറടിച്ചു എന്നും തോന്നുന്നു. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ P&R വിട്ടു, സിദ്ധിൽ നമ്മൾ കയറി. ജോമാറ്റോയെ തന്നെയാണ് നമ്മുടെ പുതിയ കമ്പനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മുടെ ചാനലിൻ്റെ ഒരു 2.0 വേർഷൻ എന്നുള്ള ഒരു സെറ്റപ്പിലായിരിക്കും. അടുത്ത ഒരു വർഷത്തേക്ക് ഞാൻ ആഞ്ഞ് ശ്രമിക്കുന്നതായിരിക്കും എൻ്റെ ഭാഗത്തുനിന്ന് റെഗുലറായിട്ട് മിനിമം 3 വീഡിയോസ് എങ്കിലും ആഴ്ചയിൽ ഇറക്കുക എന്നുള്ള ഒരു ഇത്. അതായത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്ക് ഇന്ത്യൻ ടൈം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്നൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ട വന്നാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. മുന്നോട്ട് നമുക്കൊരു 10K മുകളിലേക്കെങ്കിലും റെഗുലർ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് വരെ ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ ചാനൽ വലുതാവുമോ ഇല്ല എന്നുള്ളത് നോക്കാം. ഈ ഒരു വർഷമാണ് നമ്മുടെ ഒരു ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ടൈം. എന്നിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ സ്വപ്നത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരു ബാലഭാസ്കരനാവുന്നതിനേക്കാളും നല്ലത് വീഡിയോസ് കുറച്ച് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കുറച്ചുകൂടെ തിരിഞ്ഞ് ഫാമിലിക്ക് അതിൻ്റെതായ പ്രയോറിറ്റി കൊടുത്ത് പൈസയ്ക്കും അതിൻ്റെതായ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വരും. കാരണം ഇപ്പം തന്നെ എനിക്ക് 40 വയസ്സാവാൻ പോകുന്നു. ഇനിയും നമുക്ക് ഇതുപോലെ വെള്ളം കളിച്ച് നടക്കാൻ പറ്റിയല്ലോ. പൈസയ്ക്ക് പൈസ വേണം, ഫാമിലിക്ക് കൊടുക്കേണ്ട ടൈം ഫാമിലിക്കും കൊടുക്കണ്ടേ. ഏതാണ്ടൊക്കെ അങ്ങ് പറഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് ഇവിടെ നിർത്താം. അപ്പം നമ്മുടെ ചാനൽ ഒരു പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മെമ്മറി കാർഡുകളും ഫോണിലെ ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറേ നാളായി എടുത്തു വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു കഥ പോലെ നമുക്ക് മുന്നോട്ട് പറയാം. വേറെ ഒന്നുമില്ല, മിസ്സായി പോയ 3-4 സംഭവങ്ങൾ, അതായത് നമ്മുടെ വീഡിയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ച് നമുക്ക് ആ മെമ്മറി എല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ ഒരു പുതിയ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതവും പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പോർഷൻ ഓഫ് ദ വീഡിയോ എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് ജെഫിൻ ബിറ്റാജ്. നമ്മുടെ വീഡിയോസ് കണ്ട നമ്മളെ സ്നേഹിക്കുന്ന അല്ല ട്രക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പലരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ജെഫിൻ. ഹായ്, ഇത് ജെഫിൻ നമ്മുടെ സബ്സ്ക്രൈബറാണ്. പുള്ളി DM ട്രക്ക് ഓടിക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയുടെ മുമ്പിൽ കൊന്ത തൂക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ തോന്നിയായിരുന്നു മലയാളിയാണ്. അപ്പം അങ്ങനെ ഹായ് പറഞ്ഞ ഒരു ബ്ലോക്കിൽ നമുക്ക് വഴിയൊക്കെ തന്ന് ഞങ്ങളിപ്പോൾ അടുത്തൊരു ഓൺ റൂട്ടിൽ നിർത്തി വർത്താനം പറഞ്ഞാണ്. എന്തായാലും ജെഫിനെ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. യു ആർ സോ മച്ച് ഇൻസ്പിറേഷൻ. നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. എങ്ങനെയുള്ള ഒരു പുതുമുഖ ആൾക്ക് ട്രക്ക് ഓടിക്കാൻ ഒരു ഇൻസ്പിറേഷൻ തന്നതിൽ യു ആർ ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. അർജുൻ ചേട്ടായിക്കും രണ്ടുപേരും നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. ഞാൻ നോവാ സ്കോഷ്യ വന്നപ്പോൾ അർജുൻ ചേട്ടായിനെ കണ്ടായിരുന്നു ട്രക്കില്. അന്ന് ഞാൻ എന്റെ കസിൻസ് വന്നപ്പോൾ ഞാനായിരുന്നു. അന്നോട്ട് ഇങ്ങനെ ഓരോ കാര്യം ഞാൻ അർജുൻ ചേട്ടായി വഴി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ പരിപാടികളൊക്കെ അറിയാനായിട്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച്. ജെഫിൻ നാട്ടില് തൊടുപുഴക്കാരനാണോ? തൊടുപുഴ എവിടെ? ശരിക്കും പ്രോപ്പർ തൊടുപുഴയല്ല, കൊടയത്തൂർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥലമാണ്. തൊടുപുഴയിൽ നിന്നൊരു 1.5 മണിക്കൂർ 3 മണിക്കൂർ ദൂരമുണ്ട് മുട്ടക്കൈ. അപ്പൊ അവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത്. ജെഫിനെ പോലെ റോഡിലോ വേറെ എവിടെയെങ്കിലും വെച്ചോ മാറ്റി ബ്രോ എന്നും വിളിച്ച് ഓടി വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. ലേയോറും അടിച്ച് മഴയും പെയ്തിരുന്ന ഒരു ദിവസം നമ്മൾ ഓക്ലഹോമ ഉണ്ടെന്നറിഞ്ഞ് ലിനോയ് ബായും പാപ്പയും നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ വിഡിയല്ലായിരുന്നു കേട്ടോ. അവരുടെ സ്നേഹം നിറച്ചുള്ള ആ ഒരു നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരികയും ആ ഫാമിലി നമ്മളോട് കാണിച്ച സ്നേഹം എന്നും മനസ്സിൽ നിൽക്കുകയും ചെയ്യുക. ചീസ് പറയാവോ? എല്ലാരും പറ. ബൈ, നമുക്ക് ഫോൺ ഒഴിക്കാൻ ലണ്ടനിലൊന്ന് നിർത്തണേ. ഒരാള് നമ്മളെ ഇത് ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രക്കേഴ്സ് ആണെന്ന് പറഞ്ഞ നമ്മുടെ മലയാളീസ് തന്നെ. അവര് ട്രക്കിങ്ങിന്റെ കൂട്ടത്തിൽ നമ്മുടെ ട്രക്കേഴ്സിന് ഉപകാരപ്രദമായ എന്തോ ഒരു പ്രൊഡക്റ്റിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രക്കേഴ്സിന് ഭയങ്കര പ്രയോജനമുള്ള സാധനം അത് നമ്മുടെ ചാനലിലൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചോണ്ടേ. നമുക്ക് പറ്റുവാണെന്നുണ്ടെ അവിടെ നിർത്തി. പ്രൊമോഷനൊന്നുമില്ല, പക്ഷെ അവന്മാര് ഒന്നുമില്ലെങ്കിലും നമ്മുടെ മലയാളി ട്രക്കേഴ്സ് അല്ലേ, അതുകൊണ്ട് ചെറിയ എന്താ പരിപാടിയാന്ന് പറഞ്ഞേ. അപ്പം നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഒന്ന് കാണാം.
അപ്പൊ അതേണ്ട ബ്രോനെയാണ് നമ്മൾ പരിചയപ്പെടാൻ വന്നത്. ബ്രോയുടെ പേര് അനന്തൻ അല്ലേ? ഓക്കെ, ബ്രോയും നമുക്ക് മെസ്സേജ് അയച്ച അഭിലാഷ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ട്രക്കേഴ്സ് ആണോ? അതെ, ഞങ്ങൾ രണ്ടുപേരും ട്രക്കേഴ്സ് ആണ്. ഈ പ്രൊഡക്റ്റിന്റെ റെപ്രസെന്റേറ്റീവ്സും കൂടെ ആണ്. പിന്നെ എന്നാ പറ്റി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്? നമ്മളിങ്ങനെ സമ്മറിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിയപ്പോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഭയങ്കര കുറവായിരുന്നേ. അപ്പോൾ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വിൻഡോ റോൾ ചെയ്യാനും. അപ്പം നമ്മുടെ ഒരു ആവശ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ആവശ്യകത മനസ്സിലാക്കി. അതെ 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 അതെ, അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ പല സാമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സാമ്പിൾ വെച്ചിട്ട് ഒരുപാട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഓക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി, ട്രക്കേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക് ഇത് ഹെൽപ്പ് ആവുന്നുള്ള രീതിയിൽ ഇത് ബൾക്കായിട്ട് കുറച്ച് ഉണ്ടാക്കുകയും അങ്ങനെ ഇപ്പൊ സെല് ചെയ്യാൻ ഈ സമ്മറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഇപ്പൊ പോകുന്ന പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു പ്രൊഡക്റ്റ്. ഓക്കെ ഓക്കെ, പ്രൊഡക്റ്റ് ഞാൻ എടുക്കാം. നമ്മുടെ മാഗ്നറ്റിക് വിൻഡോ സൺഷെയ്ഡ്സ് ആണ് ഇത്. ഓക്കെ, അതായത് ഇത് ഫ്രൈറ്റ് ലൈനറിന്റെ വോൾവോയുടെ ആണ് നമുക്കുള്ളത്. ഇത് ഫ്രൈറ്റ് ലൈനറിന്റെ ആണ്. അതായത് സ്ട്രോങ് മാഗ്നറ്റ്സ്, അത് പിടിക്കാൻ നമുക്ക് കണ്ടോ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അതായത് മെഷ് ഫാബ്രിക് ആണ്, ഹൈ ക്വാളിറ്റി മെഷ് ഫാബ്രിക് ആണ്. വിൻഡോയുടെ കറക്റ്റ് ആയിട്ടുള്ള ഇതിലല്ലേ? അതെ 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 അതെ. ആ ഫ്രൈറ്റ് ലൈനറിന്റെ വോൾവോയുടെ മെഷർമെന്റ് ചെയ്തിട്ട് നമ്മളത് കസ്റ്റമായിട്ട് തന്നെ മാനുഫാക്ചർ ചെയ്ത് എടുത്തതാണ്. അപ്പൊ ഇത് ഫുൾ വിൻഡോ കവർ ആവുന്നില്ല, നമുക്ക് മിറർ ഒബ്സ്ട്രക്ട് ആവാത്ത രീതിയിൽ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സ്കെയിലിൽ പോവാണെങ്കിൽ ബോർഡർ ക്രോസിംഗിന്റെ സമയത്തോ അല്ലെങ്കിൽ നൈറ്റിൽ ബാക്കപ്പ് അടിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാം. അല്ല വെളിച്ചം പോയി കഴിഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. അപ്പം ഇപ്പൊ ടിൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വലിയൊരു എമൗണ്ട് മുടക്കണം. അപ്പൊ നമ്മൾ സ്കെയിലിൽ ചെന്ന് കഴിയുമ്പോൾ ചില സ്റ്റേറ്റ്സിലൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർ പറയും അത് റിമൂവ് ചെയ്യണം. അപ്പൊ അതിനൊരു സൊല്യൂഷനും കൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പം ഇതിന്ന് ബ്രോയ്ക്ക് പരിചയപ്പെടുത്തുന്നത് മാഗ്നറ്റ് എവിടെ? ഇതിന്റെ ഇൻസൈഡ് തന്നെയാണ് ഈ മാഗ്നറ്റ്സ് വരുന്നത്. നല്ല സ്ട്രോങ് മാഗ്നറ്റ്സ് ആണ്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കാറിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടോ, മനസ്സിലായി, നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. അതായത് നമ്മുടെ ജനലിന്റെ ഒക്കെ അകത്ത് മറ്റേ ഒരു മെഷ് അടിക്കുന്ന പോലെ നമുക്ക് ചില്ല് താത്തുന്നതിനും പൊക്കുന്നതിനും ഒരു ഓപ്ഷൻ ഇല്ല. ഇത് അകത്ത് മറ്റേ നമ്മുടെ ഈ കൊതുകുവല പോലെ. ഇതിനെങ്ങനെയാ പ്രൈസ് വരുന്നത്? ഇതിനിപ്പോ നമ്മൾ സ്പെഷ്യൽ പ്രൈസിംഗിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രൊമോഷണൽ പ്രൈസിംഗ് ആണ്. നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കോഡോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെ ഇപ്പൊ കമ്മ്യൂണിറ്റി ഇവന്റ്സ് വഴിയാണെങ്കിൽ നമ്മളിപ്പോ ഒരു $35 കൊടുത്തോണ്ടിരിക്കുന്നത്. $35 ഫോർ പെയർ. അതെ 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 അതെ. അത് കൂടാണ്ട് നമുക്ക് ഇപ്പം ഓൺലൈനിൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ബ്രോയുടെ റെഫറൻസ് വെച്ച് വരുന്നവരാണെങ്കിൽ നമുക്ക് ആ $35 നല്ല ഡീൽ. പ്രൊമോഷണൽ കോഡ് അങ്ങനെ വല്ലതും ഉണ്ടാവോ? ഇപ്പൊ ബ്രോയ്ക്ക് ഹൈവേ ലോക്സിന്റെ പ്രൊമോഷണൽ കോഡ് ഇട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ കൊടുക്കാം. അപ്പം അത് നമുക്ക് നല്ലൊരു ഡീൽ കൊടുക്കാം. അപ്പൊ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഏതാ? ഓൺലൈനിൽ നമ്മൾ ഷിപ്പിംഗിന്റെ പ്രൈസും എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പ്രൈസ് കറക്റ്റ് പറയാൻ പറ്റില്ല എത്രയാവുന്നേ. ഇപ്പം ഞാൻ നേരിട്ട് മേടിക്കാനാണ് എന്നാ ഓപ്ഷൻ ഉള്ളത്? നേരിട്ട് മേടിക്കാനാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ തരാം. നമ്മളിപ്പം ലണ്ടനിലെ ഇതുപോലത്തെ ട്രക്ക് സ്റ്റോപ്പുകൾ, കാരണം ട്രക്ക് ഓടിക്കുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നവരായിരിക്കുമല്ലോ. അതെ അതെ. നിങ്ങൾ ലണ്ടൻ ബേസ്ഡ് ആണോ? ലണ്ടൻ ബേസ്ഡ് ആണ്. അപ്പൊ മിസ ബ്രാംപ്ടൺ ഏരിയയിലൊക്കെ ഉള്ളവരോ? മറ്റേ നയാഗ്ര ബോർഡർ ക്രോസ് ചെയ്യുന്നവർ അങ്ങനെയാണ്. അതെ അതെ അതെ. അതില് നമ്മൾ ഇടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് തരാം. ഓക്കെ, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാം. നമുക്ക് അതിലെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ റൂട്ടിൽ വരുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ കൊടുത്തു വിടാം. എങ്ങനെയായാലും നമുക്ക് ചെയ്യാം. ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഷിപ്പിംഗിൽ കോസ്റ്റ് നമുക്ക് ഇച്ചിരി ഷിപ്പിംഗിന്റെ കോസ്റ്റും കയറും. അതെ അതെ. നമ്മൾ മലയാളീസ് ആണല്ലോ. അതെ അതെ. ഡെലിവറിക്ക് വേണ്ടിട്ട് അറിയാവുന്നവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ അപ്പൊ എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോൺ നമ്പർ നമുക്ക് വീതിന്റെ കൂട്ടത്തിൽ തന്നെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവര് ബ്രോനെയും കൂട്ടുകാരനെയും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതിനേക്കാളും, ഇപ്പൊ ഞാൻ ഒരു പ്രൊമോഷണൽ കോഡ് പറയാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇവരുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷിപ്പിംഗ് കോസ്റ്റും മറ്റു പല കോസ്റ്റുകളും ഇവർക്ക് കട്ട് ചെയ്യാമല്ലോ. അപ്പൊ $35 കുറയോ? അധികം ഇതിപ്പോ നമ്മൾ KTC ഒക്കെ 35 ചെയ്തതേ. ഒരു സ്പെഷ്യൽ പ്രൈസിംഗ് ആണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് KTC എന്ന് പറഞ്ഞാൽ KTCയുടെ എല്ലാ മെമ്പേഴ്സിനും കൊടുക്കും. അതെ അതെ. KTC നമ്മളൊരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ KTC എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളി ട്രക്കേഴ്സും ഉണ്ട്. അപ്പൊ പിന്നെ വേറെ മലയാളീസ് നമ്മളൊരു സ്പെഷ്യൽ പ്രൊമോഷന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ പറയുന്നത്. അതെ, ഇത് മലയാളി സ്പെഷ്യൽ പ്രൈസ്. $35. അതെ. അപ്പൊ താല്പര്യമുള്ളവര് ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇത് കണ്ണൻഭായ് ആണ്. കണ്ണൻഭായ് നമ്മുടെ KTCയുടെ സെക്രട്ടറി ആണ്. അപ്പോൾ കാഷ്വലി ഞങ്ങളിവിടെ ലണ്ടനിൽ നിർത്തിയപ്പോൾ ഒഫീഷ്യൽ പേര് നിഷ സോമൻ. ഞാൻ ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്.
അപ്പൊ പരിചയപ്പെട്ട ഒത്തിരി സന്തോഷം. നമ്മൾ നേരത്തെ പറഞ്ഞ KTCയുടെ ട്രഷററാണ്, കേരള ട്രക്കേഴ്സ് ഇൻ കാനഡ. സ്പെഷ്യൽ പ്രൈസ്. സോറി, സെക്രട്ടറി. ഞങ്ങൾ തമ്മിലാണ് ആദ്യം ഓടിയ നമ്മുടെ ജോമറ്റുവായുടെ പഴയ കഥകളിലൊക്കെ ഒരു നായൻ. പക്ഷെ അന്നേരമൊക്കെ നമ്മൾ കണ്ണൻ എന്നാ പറഞ്ഞേക്കുന്നത്. നിഷാദുമായിട്ട് ശരിക്കും വിളിക്കുന്ന കണ്ണൻ എന്നുള്ളൊരു. അത് റോഷൻ ചേട്ടനാണ് ആ പേര് ഇവിടെ. നാട്ടിൽ തന്നെ എല്ലാവരും കണ്ണൻ വിളിക്കും. അവിടെ വന്ന് നിഷാദ് എന്ന് പറഞ്ഞാൽ ആരും അറിയാം. റോഷൻ ചേട്ടൻ ആൽപ്പിന്റെ പുള്ളിക്കാരാണ് ഇവിടെ. ഞാനിവിടെ വരുന്നതിന് മുമ്പേ കണ്ണൻ എന്നുള്ള പേര് ഇവിടെ പാസ്സാക്കി. നാട്ടില് ഇവിടെ കാരിത്താസ്. ഓക്കെ, ശരി. അപ്പം വളരെ യാദൃശ്ചികമായിട്ട് നമുക്ക് തന്നെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ പറയാനും ആളുണ്ട്. ഇതേ കണ്ണമ്പാ യൂസ് ചെയ്യുന്ന സാധനമാണ്. എങ്ങനെയുണ്ട് പോയി സാധനം? നല്ല സാധനം. ബ്രോയുടെ വണ്ടി ഏതാ? ഫ്രൈറ്റ് ലൈനറും ഉണ്ട്, ഞാൻ ഫ്രൈറ്റ് ലൈനറിലാണ്. ഫ്രൈറ്റ് ലൈനറിലാണ് ഉപയോഗിക്കണം അല്ലേ? ഏതാ മറ്റേ ലോങ് നോസാ? ലോങ് നോസ് അല്ല, ഷോർട്ട് നോസ് ആണ്. സ്പീഡ്. ശരി. അടിപൊളി. അതിനിത് പറ്റില്ല, അതിന്റെ വിൻഡോ ഒക്കെ ചെറുതാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് റിവ്യൂവും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടവർക്ക് ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.